ചെർപ്പുളശ്ശേരിയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബജറ്റ് 121 കോടി രൂപയിലധികം വരവ് ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് വൈസ് ചെയർമാൻ സി ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. വയോജനങ്ങൾക്കായി ഹാപ്പിനെസ് പാർക്ക്, നാട്ടുചന്ത, ബസ് സ്റ്റാൻഡ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കും ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. നഗരസഭയുടെ 2026-27 വർഷത്തെ വാർഷിക ബജറ്റാണ് കൗൺസിൽ മുൻപാകെ അവതരിപ്പിച്ചത്. ജനങ്ങൾക്ക് അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ നഗരസഭയുടെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തുപകരുന്ന നിർദ്ദേശങ്ങളാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയതെന്ന് ബജറ്റ് അവതരിപ്പിച്ച നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി ജയകൃഷ്ണൻ പറഞ്ഞു. ആകെ 121 കോടി 51 ലക്ഷത്തി 11,177 രൂപ വരവും 94 കോടി 64 ലക്ഷത്തി 36,500 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 26 കോടി 86 ലക്ഷത്തി 74,677 രൂപ മിച്ചവുമാണ് കണക്കാക്കുന്നത്. ബജറ്റിൽ അടിസ്ഥാന സൗകര്യ വികസനം, പാർപ്പിടം, ആരോഗ്യം, കൃഷി എന്നീ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ബാധ്യതയാകാത്ത വിധം നികുതിയേതര വരുമാന സ്രോതസ്സുകളിൽ നിന്ന് വിഭവ സമാഹരണം നടത്താനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. തനത് വരുമാനമായി 13.62 കോടി രൂപ പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള ഫണ്ടുകളും MP, MLA ഫണ്ടുകളും പ്രയോജനപ്പെടുത്തും. കാർഷിക മേഖലയിലെ സമഗ്ര ഉന്നമനത്തിനായി 1.5 കോടി രൂപ ചെലവിൽ നാട്ടുചന്ത എന്ന വിപണന കേന്ദ്രം സ്ഥാപിക്കും. നെല്ല്, തെങ്ങ്, പച്ചക്കറി കൃഷിക്കായി 1.36 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ മൃഗസംരക്ഷണ ക്ഷീരമേഖലയ്ക്ക് 40.20 ലക്ഷം രൂപയും ചെറുകിട വ്യവസായ വികസനത്തിന് 25 ലക്ഷം രൂപയും മാറ്റിവെച്ചു. ഭവനരഹിതർക്കായി PMAY പദ്ധതിക്കു പുറമെ 500 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തിൽ 10 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഭവന പുനരുദ്ധാരണത്തിന് 1 കോടിയും വകയിരുത്തി. മാലിന്യ സംസ്കരണത്തിനും ശുചിത്വ പ്രവർത്തനങ്ങൾക്കുമായി 9.03 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. ചെർപ്പുളശ്ശേരി സമഗ്ര കുടിവെള്ള പദ്ധതി വിതരണ ലൈനുകൾ ദീർഘിപ്പിക്കാനും ടാങ്കർ ലോറികളിൽ വെള്ളമെത്തിക്കാനുമായി 37 ലക്ഷം രൂപ വകയിരുത്തി. അംഗൻവാടി കുട്ടികളുടെ പോഷകാഹാര വിതരണത്തിനായി 36.80 ലക്ഷം രൂപയും അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 30 ലക്ഷം രൂപയും വകയിരുത്തി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനായി യഥാക്രമം 33 ലക്ഷം 86.50 ലക്ഷം രൂപ വീതവും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി 33 ലക്ഷം രൂപയും ബജറ്റിലുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിനായി 18.22 കോടി രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. വയോജനങ്ങളുടെ ക്ഷേമത്തിനായി 34.18 ലക്ഷം രൂപയും ഹാപ്പിനെസ് പാർക്ക് പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾക്കായി 83.50 ലക്ഷം രൂപയും പെൻഷൻ ഇനത്തിൽ 1.35 കോടി രൂപയും നൽകും. പട്ടികജാതി വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി 1.99 കോടി രൂപയാണ് വകയിരുത്തിയത്. പുതിയ റോഡുകൾക്കായി 2 കോടി രൂപയും നിലവിലുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 3.36 കോടി രൂപയും മാറ്റിവെച്ചു. ആധുനിക സൗകര്യങ്ങളുള്ള ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് 12 കോടി രൂപയുടെ ബാങ്ക് വായ്പയും സർക്കാർ ഗ്രാന്റും പ്രയോജനപ്പെടുത്തും. കൂടാതെ ടൂറിസം മേഖലയിലെ വികസനത്തിനായി തൂതപ്പുഴയിലെ കാളികടവ് ഭാഗം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാൻ 3 കോടി രൂപയും ബജറ്റിൽ നീക്കിവെച്ചു. ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കായി 2.78 കോടി രൂപ നീക്കിവെച്ചു. ഡയാലിസിസ് രോഗികൾക്ക് ഹൃദ്യം പദ്ധതിയും ക്യാൻസർ, കരൾ രോഗികൾക്കായുള്ള ധനസഹായവും ഇതിൽ ഉൾപ്പെടും. കൂടാതെ 10 ലക്ഷം രൂപ ചെലവിൽ പുതിയ ആംബുലൻസ് വാങ്ങും. ജനങ്ങളുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതിനൊപ്പം നഗരസഭയെ ISO നിലവാരത്തിലേക്ക് ഉയർത്താനും കെ-സ്മാർട്ട് പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നുണ്ട്. CCN ചെർപ്പുളശ്ശേരി.